നവംബർ 1 മുതൽ ആധാർ കാർഡ് നിയമത്തിൽ ആകെ അഴിച്ചുപണി വരുന്ന മാറ്റങ്ങൾ കാർഡ് ഉടമകൾക്ക് സന്തോഷം നൽകുന്നതാണ്. കാരണം ഉടമകൾക്ക് ഒരു രേഖയുമില്ലാതെ തന്നെ സ്വന്തം പേര്, മേൽവിലാസം, ജനന തീയതി, മൊബൈൽ നമ്പർ ഇവയൊക്കെ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാൻ ഇനി സാധിക്കും. ജനസേവാ കേന്ദ്രം സന്ദർശിക്കാതെ തന്നെ ഇവ സ്വയം ചെയ്യാവുന്നത് കൊണ്ട് ആർക്കും ഈസിയായി ചെയ്യാനും കഴിയും. വിരലടയാളം, ഐറിസ് സ്കാൻ പോലുള്ള കാര്യങ്ങൾക്കായി മാത്രം അക്ഷയ കേന്ദ്രം സന്ദർശിച്ചാൽ മതിയാകും. പുതിയ ആധാർ നിയമം അനുസരിച്ച് പാൻ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, റേഷൻ കാർഡ്, ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ രേഖകൾ തുടങ്ങിയ സർക്കാർ ഡേറ്റാബേസുമായി ലിങ്ക് ചെയ്തുകൊണ്ട് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നിങ്ങളുടെ വിവരങ്ങൾ സ്വയമേ പരിശോധിക്കും. പുതിയ മാറ്റങ്ങൾ അനുസരിച്ച് ആധാർ വിശദാംശങ്ങൾ, അതായത് പേര്, വിലാസം മുതലായവ എൻറോൾമെന്റ് സെന്ററുകളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ഫീസ് പരിഷ്കരിച്ചിരുന്നു. അതേസമയം ഓൺലൈൻ വിലാസം അപ്ഡേറ്റുകൾക്ക് 2025 പകുതി വരെ സൗജന്യമായി തുടർന്നു. ആധാർ പാൻ ലിങ്കിംഗ് സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ട്. എല്ലാ പാൻ ഉടമകളും 2025 നവംബർ 31 പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്യണം. അല്ലെങ്കിൽ 2026 ജനുവരി 1 മുതൽ പാൻ ഉപയോഗശൂന്യമാക്കപ്പെടും. ഇപ്പോൾ കൈവേസി നിയമങ്ങളും ലളിതമാക്കിയിട്ടുണ്ട്. ആധാർ OTP, നേരിട്ടുള്ള പരിശോധന എന്നിവ വഴി ബാങ്കുകൾക്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഉപഭോക്തൃ പരിശോധന പൂർത്തിയാക്കാൻ സാധിക്കും. മാത്രമല്ല ആധാർ കാർഡ് സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്.